ആലപ്പുഴ കായംകുളം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം. സമയക്രമത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. ഇരുകൂട്ടരും ബസ്സുകൾ അടിച്ചു തകർത്തു. അടൂർ കായംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീ ദുർഗ, ഹരിശ്രീ എന്നീ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. പെർമിറ്റ് കൊടുത്ത് ഈ മഴയും പിടിച്ച് പിള്ളേരെയൊക്കെ കൊണ്ടുണ്ട്. ഇന്നത് ആള് കയറി ഇറങ്ങാൻ ചെയ്യണ്ടേ? ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, യാത്രക്കാർ ബസ്സിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കായംകുളം ബസ് സ്റ്റാൻഡിലായിരുന്നു. 10:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് രണ്ട് ബസ്സുകൾ തമ്മിലുള്ള മത്സരോട്ടത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ശ്രീദുർഗ ഒപ്പം തന്നെ ശ്രീ വിനായക, ഈ രണ്ട് ബസ്സുകളുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു തർക്കം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. ഇതിൽ തന്നെ തുടർച്ചയായി ഈ ബസ്സുകൾ തമ്മിൽ മത്സരോട്ടം ഉണ്ടാവാറുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇവര് കായംകുളം കറ്റാനം റൂട്ടിൽ ഓടുന്ന ബസ്സുകളാണ്. അതുകൊണ്ട് ഇവര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു ബസ് പാസ് ചെയ്ത് പോകുമ്പോൾ മറ്റൊരു ബസ്സിന് ആളുകളെ എടുക്കാൻ കഴിയാത്ത രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പരാതിയായി ഉന്നയിച്ചിരുന്നത്. അത് ഈ മത്സര ഓട്ടത്തിനിടയിൽ പല ഘട്ടത്തിലും പ്രകോപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് വാഹനങ്ങളും അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഇവർ തമ്മിലുള്ള തർക്കം, അതായത് റൂട്ടിലുണ്ടായിരുന്ന തർക്കം ഇവിടേക്ക് കൂടി വ്യാപിച്ചത്. അതിൽ തന്നെ ശ്രീദുർഗ എന്നുള്ള ബസ്സാണ് ആദ്യം ആക്രമിക്കപ്പെടുന്നത്. അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് അടിച്ചു തകർത്തു. പിന്നീട് ആ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ തിരിച്ച് ഈ പറഞ്ഞ മറ്റ് ഹരിശ്രീ എന്ന ബസ്സിന്റെ ചില്ലും കൂടി അടിച്ചു തകർത്തിട്ടുണ്ട്. 12ഓളം ബസ്സുകൾ ഈ ഹരിശ്രീ എന്ന ബസ്സുടമയ്ക്ക് ഈ ബസ്സിന്റെ പേരിൽ 12ഓളം ബസ്സുകൾ ആ റൂട്ടിൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവിടുത്തെ ആ റൂട്ടിലെ തന്നെ രണ്ട് പ്രബലരായ ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരയോട്ടത്തിന്റെ പരിണിത ഫലമായിരുന്നു ഈ സംഭവം എന്നുള്ളതാണ്. ബസ്സിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഉള്ള സമയത്തായിരുന്നു ഇത്തരമൊരു അക്രമം നടന്നിട്ടുള്ളത്. രണ്ട് ബസ്സിന്റെയും ഫ്രണ്ട് ഗ്ലാസ് അടിച്ചു തകർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്നുള്ള രീതിയിൽ പരസ്പര ഭീഷണി മുഴക്കിയിട്ടുണ്ട് കേട്ടോ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കായംകുളത്താണ് ബസ് ജീവനക്കാർ തമ്മിൽ സമയക്രമത്തെ ചൊല്ലി തർക്കമുണ്ടായത്. പിന്നീട് രണ്ട് ബസ്സുകൾ അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസ് കേസെടുത്തിട്ടുണ്ട്.